ബാലു ഇങ്ങൊന്നേ. നല്ല ചിരി. ഒന്നുകൂടെ ചിരിച്ചേ. ആ സൂപ്പർ. നീ അതിങ്ങ് എടുക്ക് അതിങ്ങ് എടുക്ക് ബാലു. എടുക്കെന്ന് പറഞ്ഞ എനിക്കറിയായിരുന്നു നിങ്ങൾ ഈ തറപ്പണി കാണിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഫയൽസ് എല്ലാം നേരത്തെ തന്നെ ഹെഡ് ഓഫീസിലേക്ക് അറ്റാച്ച് ചെയ്ത് അയച്ചിട്ടുണ്ടായിരുന്നു. നീ ആരുടെ ചോദിച്ചിട്ടടി ഗോവൻ ട്രിപ്പ് പ്ലാൻ ചെയ്തത്? എന്റെ അടുത്ത് ചോദിച്ചാ? ഞാൻ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കട്ടാന്ന് കരുതി കടിച്ചു പിടിച്ച് നിൽക്കുമ്പോൾ നീ എന്നെ മൈൻഡ് ചെയ്യണില്ലല്ലേ? നീ എന്റെ അടുത്തൊരു വാക്ക് ചോദിച്ചാ ഗോവയിൽ പോണാന്ന്? എല്ലാം നീ അങ്ങ് തീരുമാനിച്ചോളൂ അല്ലേ? ഞാൻ പറയുന്ന ഇവിടെ ഒരു വിലയില്ല. എടി ഭാര്യമാരായിരുന്ന ഭർത്താക്കന്മാർ പറയണ പോലെ കേൾക്കണം. ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ ഇങ്ങോട്ട് വരണം, അങ്ങോട്ട് പോകാൻ പറഞ്ഞാൽ അങ്ങോട്ട് പോകണം, നിൽക്കാൻ പറഞ്ഞാൽ അവിടെ നിൽക്കണം. ഭർത്താവ് അതുപോലെ ആയാലേ ഭാര്യ അനുസരിക്കുള്ളൂ. ഭർത്താവ് അതുപോലെ ആവണം. അച്ഛനും അമ്മ കൂടെ വഴക്കൂടുമ്പോ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം. പിന്നെ ഇതിനിടെ കയറി തല്ലുവാണ ഇനി ഞങ്ങൾക്ക് വയ്യ. കൊറേ കാലായിട്ട് കാണുമല്ലേ അമ്മ എന്റെ നിർത്തിയതേ ബാഗ് ദേ കസേര ദേ സാധനം അടിക്ക് സന്തോഷിക്കുന്നിട്ട്. എന്താ നിർത്തി കളഞ്ഞേ? ഞങ്ങളുടെ മൂട് കളയല്ലേ? എന്നാ അടി, എന്നാ അടിച്ചോ അമ്മ അടിച്ച് പൊട്ടിക്കമ്മ. പഴയ ഏതോ ഒരു പെണ്ണിന്റെ ഫോട്ടോ കാരണം ഞങ്ങളുടെ ടൂർ നശിപ്പിച്ച അന്ന് ഞങ്ങൾ ആലോചിച്ചതാ. ഇനി നിങ്ങളുടെ ഒരു കാര്യത്തിലും ഞങ്ങൾ ഇടപെടില്ല. ആ സംഭവം ഞങ്ങളുടെ കുഞ്ഞു മനസ്സിനെ എത്രമാത്രം വേദനിപ്പിച്ചെന്ന് നിങ്ങൾക്കറിയാവോ? അനി ഇവർക്ക് എവിടെ നിന്ന് അറിയാനാ? നമ്മുടെ മനസ്സ് മനസ്സിലാക്കാൻ ഇവർ ഇതുവരെ ശ്രമിച്ചിട്ടില്ല. ഇവരോടൊന്നും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതിനുള്ള പക്വത ഇവർക്കില്ല. അതെ, ഞങ്ങളൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. വാടാ കേശു ബാ. ഇതിന്റെ ബാഗൊക്കെ ആയിട്ട് എവിടെ പോവാ? അങ്ങനെ ഇന്ന സ്ഥലത്തേക്കൊന്നൊന്നുമില്ല, എങ്ങോട്ടെങ്കിലും പോവാ. എങ്ങോട്ടെങ്കിലും പോവാന്നാ? ആരെങ്കിലും പിടിച്ചോണ്ട് പോടാ. ദൈവമേ, പോണ വഴിക്ക് വല്ലവരും പിടിച്ചോണ്ട് പോയിരുന്നെങ്കിൽ നന്നായിരുന്നേനെ. അതെങ്ങനെ ശരിയാവണേ? അച്ഛനും അമ്മ സാധാരണ വഴക്കുണ്ടാക്കും. അപ്പൊ തന്നെ ഇറങ്ങി അങ്ങ് പോവോ? അത് ശരിയാ. വർഷത്തിൽ 365 ദിവസം കിടന്ന് വഴക്കുന്ന അമ്മയച്ഛൻ ഞാൻ പക്ഷെ ആദ്യമായിട്ട് കാണുന്നത്. എന്താണ് നിങ്ങളെ പ്രശ്നം? അത് പറ. അച്ഛനും അമ്മയും മേലെ വഴക്ക് കൂടിയേക്കരുത്. അച്ഛനും അമ്മയും മേലെ വഴക്ക് കൂടിയേക്കരുത്. അതാണ് ഞങ്ങളുടെ ആഗ്രഹം. അതാണ് പ്രശ്നം. അതെ. ശരി, മേലാൽ ഇനി വഴക്കൂടാൻ വരരുത്. ഞാൻ വഴക്കിടാറില്ലല്ലോ, ബാലുവിനെ വഴക്കിടണേ. നീല പറഞ്ഞത് നിങ്ങളല്ലേ വഴക്കിട? നീ വഴക്കൂടാൻ പറഞ്ഞത്? ഇനി രക്ഷയില്ല. വഴക്കിടില്ല. നമുക്ക് സത്യം ചെയ്യാം. ഉറപ്പാ? സത്യം സത്യം സത്യം. പ്രാവശ്യമാണ് വിശ്വസിച്ച് വാടാ. ഇനി തൽക്കാലത്തേക്ക് ഞങ്ങൾ വിടുകയാണ്. മേലെ വഴക്കൂടി കഴിഞ്ഞാ അപ്പ ഉറപ്പാ. പോയിക്കോ. ഒരു ബാണ്ടും കരുതി വെച്ചോ. എങ്ങാനും വഴക്കൂടി കഴിഞ്ഞാൽ ഉപകാരപ്പെടും. എന്ത് കരുതി വെക്കാൻ? ബാണ്ടോ? മര്യാദക്ക് ഉള്ളിൽ കയറി പോടി. ആവശ്യമില്ലാതെ പോടേ. ഓ, അവനാണെങ്കിൽ എന്തെങ്കിലും കേട്ടാ നമ്മളോട് ഇറങ്ങി പോയാൽ നാട് വിടാൻ വേണ്ടിയിരിക്കുന്നു. ആരും കൂടെ പ്ലാൻ ചെയ്ത് വന്നിരിക്കാണ്. നിനക്ക് ഗോവയിൽ പോവായിരുന്നു ഇവിടെ? അയ്യോ, അത് ശരിയാവില്ല. പോണം. പോയേ പറ്റൂളാ? ഞാൻ ഗോവയിൽ പോണേ. ബാലുവിന് എന്താ പ്രശ്നം? പ്രശ്നം എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല. നിക്ക്, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ എവിടെ പോയാലും ഞാനല്ലേ, പിന്നെ എന്തിനാ വിഷമം? വിഷമം അതല്ല ഞാൻ പറഞ്ഞ, നീ കേക്ക്. നീ പറഞ്ഞല്ലേ പിള്ളേരെ കാര്യം നോക്കിക്കോളാൻ പറഞ്ഞല്ലോ. ഞാൻ എല്ലാം നോക്കാം. പിള്ളേർക്ക് വിളമ്പി കൊടുക്കാൻ പറഞ്ഞല്ലോ, ഞാൻ വിളമ്പി കൊടുക്കാം. പറ. എനിക്കാരും വിളമ്പി തരും? കല്യാണം കഴിഞ്ഞു വിട്ടു നീ വിളമ്പി തന്നിട്ടല്ല ഞാൻ കഴിച്ചിട്ടുള്ളൂ. അല്ല, ഞാൻ ഒറ്റയ്ക്കെടുത്ത് ഇവിടെ നിന്ന് കഴിച്ചിട്ടുണ്ടോ? കല്യാണം കഴിയുന്നതിന് മുമ്പേയും എൻ്റെ അമ്മ വേണമെങ്കിൽ എടുത്ത് വെച്ച് തിന്നണമെന്ന് പറയവര്. നിനക്ക് നീ പോവല്ല കേട്ടോ. നീ ഇനി പറ്റൂല. സത്യം പറഞ്ഞ് വേറൊന്നുമില്ല. പിള്ളേരെ നിൽക്കുന്നോണ്ടാണ് ഞാൻ പറയാത്തത്. നിന്നെ കാണാൻ എനിക്ക് പറ്റൂല.
വിഷമിക്കണ്ട ഞാൻ പോണില്ല കരയണ്ട. ചുമ്മാ ആവശ്യമില്ല അതൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഇനി പോണില്ല എന്ന് പറഞ്ഞില്ലേ? പോണില്ല. എനിക്ക് ഒരു നിമിഷം പോലും കാണാതിരിക്കാൻ പറ്റില്ല നിന്നെ. അതാണ് ഞാൻ പറഞ്ഞു പോണ്ട. നീ ഇല്ല പോണില്ല, കരയണ്ട. പിന്നെ കരയണ എന്തിനാണ്? പോണില്ല എന്ന് പറഞ്ഞില്ലേ? വാല് ഇത്ര പാവമായി പോയാ? കരയണ്ട, പോണില്ലാട്ടാ. ഇല്ല പോണില്ല. പോണില്ല. ഇല്ല ഇല്ല പോണില്ല. പോണില്ല. എന്ത് കഷ്ടാണിത്.